ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഉരുളക്കിഴങ്ങും ഗ്രീൻ പീസ് കൊണ്ട് അടിപൊളി കറിയാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കുതിർത്ത് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഗ്രീൻ പീസിലേക്ക് ആവശ്യത്തിന് വെള്ളവും ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് നല്ലതുപോലെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഗ്രീൻ പീസ് നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ഈ സമയം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ച് ഇതിലേക്ക് ഒരു 1.5 ടീസ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇത് വെളിച്ചെണ്ണയിൽ തന്നെ ചെയ്യണം. ഇപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ച ശേഷം ഇതിലേക്ക് ഗ്രാമ്പു, ഏലക്ക, പട്ട, വലിയ ജീരകം ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ചെറുതായി അരിഞ്ഞ ഇഞ്ചിയും വെളുത്തുള്ളിയും ചെറുതായി അരിഞ്ഞ സവാളയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതൊരു 1.5 സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാവുന്നതാണ്. പച്ചമുളകും ചേർത്ത് കഴിഞ്ഞാൽ ഉപ്പും ചേർത്ത് നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഈ ഒരു നിറമാകുമ്പോഴത്തേക്കും ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, ഞാനിവിടെ ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട് മുളക് പൊടി. നിങ്ങളുടെ എരിവിനനുസരിച്ച് ചേർക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. ശേഷം ഇതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. തക്കാളി നല്ലതുപോലെ വെന്ത ശേഷം വേവിച്ച ഗ്രീൻ പീസും ഇട്ട് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. കൂടെ തന്നെ നമ്മുടെ വേവിച്ച ഉരുളക്കിഴങ്ങും ചേർത്ത് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നമുക്കിനി ഇതിലേക്ക് ആവശ്യമായ വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ഗ്ലാസ് വെള്ളമാണ് ചേർക്കുന്നത്. കറി ഇവിടെ നല്ലതുപോലെ തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. ഞാനിതൊന്ന് അടച്ച് വെക്കുകയാണ്. നല്ലതുപോലെ കറിയുടെ എണ്ണമയമൊക്കെ നന്നായിട്ട് തെളിഞ്ഞിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. അപ്പത്തിനും ചപ്പാത്തിക്കും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.